ഫ്രണ്ട്സ്, നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ഉണ്ടാക്കാം. ഇതിനാവശ്യമുള്ളത് പശ, പെൻസില്, കത്രിക, സ്കെയില്, 2 കളർ പേപ്പർ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പേഴ്സ് എടുക്കുക. പിന്നെ വേറെ വേറെ എടുക്കണം. പിന്നെ 2 ആ ഒരു കളറുള്ള പേപ്പർ. എന്നിട്ട് 14x14 എന്ന തരത്തിൽ 2 സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ വലുതൊരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 എണ്ണമാണ് വേണ്ടത്. വീഡിയോ കാണിക്കുന്ന പോലെ കറക്റ്റായിട്ട് മടക്കണം. പ്ലെയിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആദ്യം 2 സൈഡിൽ നിന്ന് എടുത്ത് മടക്കുക. ഇത് ഫസ്റ്റ് ട്രൈയിൽ തന്നെ ശരിയാണോന്നൊന്നുമില്ല. ഇതിൻ്റെ കുറേ വട്ടം ഞാൻ ഇതാക്കിയിട്ട് അവസാനം കിട്ടിയതാണ് എനിക്കിങ്ങനെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും തോന്നുന്നു. ഇതിൽ തന്നെ ഞാൻ കുറേ മിസ്റ്റേക്സ് ചെയ്തിട്ടുമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും ഒന്ന് അമർത്തണേ. പശ തേക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചോ, ഇത് തെറ്റിക്കഴിഞ്ഞാൽ ഒക്കെ തെറ്റും. ഈ സാധനം തന്നെ 2 എണ്ണമാണ് വേണ്ടത്. എന്നാലേ നമുക്ക് ബോക്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവിടെ നമ്മളങ്ങനെ ചെറിയൊരു ട്രയാങ്കിൾ മടക്കിയത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കറക്റ്റായി കിട്ടുന്നത്. മീൻസ് ബോക്സ്. ഇനി അടുത്ത എന്ത് വീഡിയോ ഇടണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞങ്ങൾ അടുത്ത ഉണ്ടാക്കാൻ കരുതുന്നത് ഒരു ഫ്രോഗിൻ്റെ സ്ലൈറ്റാണ്. വേണോ വേണ്ടയോ എന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഒരു സൈഡ് സെറ്റാവാനായിട്ടുണ്ട്. പശയും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ സെറ്റായിട്ടുണ്ട്. കണ്ടോ, 2 എണ്ണം വേണ്ടോ. ഇത് രണ്ടും ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ഒട്ടിക്കുക. ഇത് പശ തേച്ചിട്ട് ഉന്തി കൊടുക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് ഒട്ടുള്ളേ. അപ്പം ഞാൻ പശയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നമുക്ക് അപ്പോൾ കിട്ടണം. ഈ സാധനം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാൻ നോക്കണേ. ഇനി വേറൊരു പേപ്പർ എടുത്ത് അത് 18.5 × 18.5 എന്ന തരത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് ഇനി ഞാൻ കാണിച്ചു തരുന്ന പോലെ ഇത് കറക്റ്റാക്കി മടക്കണം. 2 കോർണേഴ്സും തമ്മിൽ മുട്ടിക്കുക. ഇത് ഇനി നമ്മൾ 2 ട്രയാങ്കിൾ ആക്കണം. പിന്നെ ഓരോരോ സ്ക്വയേഴ്സ് ആക്കി എടുക്കണേ. ഞാൻ അത് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഒരു ലെറ്റർ ബോക്സ് പോലെ ആക്കണം. എന്നിട്ട് അത് അവിടെ തന്നെ വെച്ച് തുറക്കല്ല, ഇങ്ങനെ മടക്കണം. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇങ്ങനെ ചെയ്യണേ. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ചെയ്തിട്ട് അതിങ്ങനെ തുറക്കണം പിന്നെയും. എന്നിട്ട് അതൊന്ന് നിവർത്ത് അതിൻ്റെ ഏതെങ്കിലും പൊങ്ങി കിടക്കുന്ന ഒരു ട്രയാങ്കിള്. അപ്പോൾ എന്നിട്ട് അതിനോട് ഇങ്ങനെ ഒരു റോള് ചെയ്യണ പോലെ ഇങ്ങനെ മടക്കി എടുക്കണേ. എന്നിട്ട് അതിൻ്റെ മറ്റേ ഒരു ഇതാക്കണ പോലെ അല്ലേ, അതാക്കണ പോലെ ഒന്ന് തുറന്നിട്ട് അതിങ്ങനെ അതാക്കണം. അത് ഒരു സ്ക്വയർ ആക്കണം. എന്നിട്ട് ഒരു ബോക്സ് പോലെ ആക്കി എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കാട്ടണം. എന്നിട്ട് അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കാട്ടുക. ഞാനിപ്പോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ ഓപ്പോസിറ്റ് സൈഡ് എൻ്റെ ചേച്ചിയാണ് ചെയ്തന്നേ. എന്താണെന്നറിയില്ല, ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റെക്കാവില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ എനിക്ക് എന്താണെന്നറിയില്ല, ഒരു വല്ലാത്തൊരു ടഫ്നെസ്. അതുകൊണ്ട് എനിക്ക് അടുത്ത നമ്മൾ എന്താണ് കാട്ടേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതാക്കണ്ടേന്ന്. ആദ്യം കണ്ടില്ലേ. അപ്പോൾ അത് പശ തേച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ആക്കണേ. പശ തേക്കണം നിർബന്ധമല്ല, പക്ഷേ ഞാൻ പശ തേച്ചിട്ടില്ല. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.